ഇന്നലെ ഞാൻ ഇവിടെ ഒരാൾക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാക്കാണല്ലോ ഏറ്റവും വലിയ സത്യം. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് അടുക്കളയിൽ കയറിയേക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. അറിയാവുന്ന പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. മടി പിടിച്ച മസാല ദോശ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കൈപാത്രത്തിലാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുന്നത്. ഉരുളക്കിഴങ്ങ് വേവാകുമ്പോഴത്തേനും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ. അടുത്തത് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിട്ട് എടുത്തപ്പോഴത്തേനും ദേ പൊട്ടണം, പടക്കം പൊട്ടണത് പോലെ. ഈ ഒരു സ്റ്റെപ്പ് മിക്ക പെൺകുട്ടികളും നേരിട്ടിട്ടുണ്ടാവും. സവാള വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്തപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ഗ്യാസ് ഓണാക്കാണ്ടാണല്ലോ കുറച്ചവനെ ഞാൻ കടുക് പൊട്ടിച്ചത്. ഇപ്പോഴെങ്കിലും ഗ്യാസ് ഓണാക്കാൻ തോന്നിയല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ചു. എന്നെ പോലെ ഗ്യാസ് ഓൺ ചെയ്യാൻ മറന്ന് കുക്ക് ചെയ്യണവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ലോണം അടച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. കഴിഞ്ഞില്ല കേട്ടോ, ഇനി നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കണ്ടേ. ദോശ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് എന്താണോ വീഡിയോ എടുക്കണോണ്ടാണോ എന്നറിയില്ല, ദോശ ഒട്ടും ശരിയായതുമില്ല. അങ്ങനെ തട്ടിക്കൂട്ടി ഞാനൊരു മസാല ദോശ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ശരി, ഞാൻ പോയി വാക്ക് കൊടുത്ത ആൾക്ക് കൊടുക്കട്ടെ. ടാറ്റാ.